തിരികെ വാർത്തകളിലേക്ക്. പെറ്റി കേസിലെ പിഴ തുകയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഒളിവിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിരുന്ന ശാന്തിനി കൃഷ്ണൻ ഒളിവിൽ പോയത്. കേസ് സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് മേധാവിക്ക് കൈമാറി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പോലീസ് സേനയ്ക്കകത്ത് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകൃതമായതിനു ശേഷമാണോ ഈ സിവിൽ പോലീസ് ഓഫീസർ ഒളിവിൽ പോയിരിക്കുന്നത്? അന്വേഷണം ഇനി തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. രോഹിണി, പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൽ നിന്നും വിജിലൻസിന് ചില റിപ്പോർട്ടുകൾ കൈമാറിയിട്ടുണ്ട്. വിജിലൻസ് മേധാവിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസ് ഉടൻ തന്നെ ഈ കേസ് ഏറ്റെടുക്കും. പ്രധാനമായിട്ടും 16,76,000 രൂപയാണ് ഈ ശാന്തിനി കൃഷ്ണൻ, അതായത് സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശാന്തിനി കൃഷ്ണൻ തട്ടിപ്പിലൂടെ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇവർ ഒളിവിൽ പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കേസിനെ, അല്ലെങ്കിൽ ഈ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിലാണ് ഇത്രയും തുക പെറ്റി കേസിൽ പിടിച്ചെടുത്തത്. ഈ തുകയാണ് ഒരു റൈറ്റർ തട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടാണ് പോലീസ് സേന ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒളിവിൽ ഇവർ പോയിരിക്കുന്നത്. എന്തായാലും ഇവരെ ഉടൻ തന്നെ പിടികൂടുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചന ആലുവ റൂറൽ SP നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒരു ദുർഘടമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 2015 മുതലാണ് ഇവർ ഈ ട്രാഫിക് സ്റ്റേഷനിൽ വന്നിരുന്നത്. ആ സമയത്ത് മുതലുള്ള ക്രമക്കേടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നിലവിൽ പരിശോധിക്കപ്പെട്ടിരിക്കുന്നത് 2018 മുതൽ 2022 കാലഘട്ടം വരെയുള്ള തട്ടിപ്പ് തന്നെയാണ്. അന്ന് ജോലി ചെയ്തിരുന്ന 17 സബ് ഇൻസ്പെക്ടർമാരുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് ഇവരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എത്രത്തോളം തട്ടിപ്പിന്റെ വ്യാപൃതി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മറ്റൊന്ന്, ഈ രസീതുകളും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് അന്വേഷണം സംഘത്തിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തായാലും റിട്ടയർ ചെയ്തു പോയ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തി മൊഴികൾ രേഖപ്പെടുത്തണം. അവരെ ചോദ്യം ചെയ്തുകൊണ്ട് വേണം ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എന്തായാലും ബൃഹത്തായിട്ടുള്ള ഒരു തട്ടിപ്പ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ നടത്തിയിട്ടുള്ളത്. 16,76,000 രൂപ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഇത്രയധികം കാലയളവിൽ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും റെസീപ്റ്റ്സും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ മറ്റ് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിക്കും. അതേ സമയത്ത് തന്നെ സമാന്തരമായിട്ട് തന്നെ അന്ന് ജോലി ചെയ്തിരുന്ന, അതായത് 2018-2022 കാലഘട്ടത്തിൽ ഇതേ സ്റ്റേഷനുകളിലൊക്കെ, ഈ സ്റ്റേഷൻ പരിധിയിൽ ജോലി ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മൊഴികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മൊഴികൾ രേഖപ്പെടുത്താനായിട്ട് വിളിച്ചു വരുത്തും. അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്താനായിട്ട്, അതായത് ഇവർക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ, മറ്റെവിടെ നിന്നെങ്കിലും മറ്റ് തരത്തിലുള്ള ഒരു സഹായം, ഏതെങ്കിലും ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടോ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ പെറ്റി കേസിൽ ലഭിച്ച തുകയാണ് ഇവർ വലിയ രീതിയിൽ തട്ടിയെടുത്തിട്ടുള്ളത്. 4 വർഷത്തെ കാലയളവിൽ ലഭിച്ച തുകയാണ് തട്ടിപ്പിലൂടെ തട്ടിയെടുത്തത്. എന്തായാലും നിലവിൽ ഇവരെ കേന്ദ്രീകരിച്ച് ഇവരെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു അന്വേഷണം നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. വിജിലൻസ് ഉടൻ തന്നെ ഈ കേസ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.